അസ്സലാമലൈക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഇത് സനുവിനുള്ള വീഡിയോയാണ്. എൻ്റെ പൊന്ന് സനു ചേച്ചി വന്നിരുന്ന ആദ്യം മുഴുകി കരച്ചിലായി. കരച്ചിൽ കഴിഞ്ഞപ്പം കൊച്ചുങ്ങളെ ചീത്ത പറയാൻ ഭാവിച്ചു. വേറൊന്നുമല്ല ചീത്തയെന്ന് പറയുന്നത്. ഒന്നീ തനൂജായ കല്യാണം കഴിക്കുക അനൂപ്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കോ, അല്ലെങ്കിൽ ഫിജോയുടെ മോളെ കെട്ടിക്കോ. നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്കത് പറയാൻ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ മോളെ കെട്ടാൻ വന്നത് കൊണ്ടാണോ, നിന്നെ കെട്ടാൻ വന്നിട്ട് നിൻ്റെ മോളെ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണോ നിൻ്റെ മോള് കൈമുറിച്ചത്? സ്ത്രീയെ, നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്കിത് വന്ന് പല കാര്യങ്ങളും വരുന്ന കള്ളത്തരങ്ങൾ പറയാൻ? ഇനി അങ്ങ് ഒലിപ്പിക്കൽ കൂടുന്നു, അതിനേറ്റ് കുറച്ച് കമൻ്റ് ഇടുന്ന ആളുകൾ. സനുമോൾ ഒന്നും പറയല്ലേ, സനുമോളുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. സനുമോളെ ലോഡ്ജ് റൂമിൽ ചെന്ന് ഒരു അന്യപുരുഷൻ്റെ കൂടെ കടന്നപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ, ലൈവിൽ കണ്ടതല്ലേ. ഇപ്പോൾ പറയുന്ന അവൻ ലൈവിൽ അവളെ പെടുത്തിയതാണ്. നാണമില്ലേടി നിനക്ക് പറയാൻ? നീയല്ലേടി അയാൾ കുളിച്ചും കൊണ്ട് ഇറങ്ങി വരുന്നത് തിരിഞ്ഞ് ഫോൺ തിരിച്ചത്? അതുകൊണ്ട് അയാൾ തോർത്തെടുത്തുകൊണ്ട് വരുന്ന രംഗം കണ്ടതെല്ലാവരും. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ അയാൾ പെടുത്തിയതാണ്. അയാളെ നീ പെടുത്താൻ നോക്കി, നിനക്കൊരു മാപ്പിളയെ വേണമായിരുന്നു. അതിന് വേണ്ടി നീ അയാളെ അങ്ങ് പെടുത്തി. അയാൾ രക്ഷപ്പെട്ടെന്തായാലും. അയാളെ പൂട്ടിയിട്ട് അവിടുന്ന് അയാളെ രക്ഷിച്ച്. നീ ഓർത്തോ, അവരെ കയ്യിലൊക്കെ വോയിസ് ഉണ്ട്, പുറത്ത് വിടും. നീ ഇനി കൂടുതലിരുന്ന് റൂളവും ചട്ടവും കാണിച്ചു കഴിഞ്ഞാൽ വോയിസുകൾ പുറത്ത് വരും. നാറി നീ വെറും വൃത്തികെട്ടവളാവും. പക്ഷേ ആവത്തില്ല എന്ന് പറഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നലെ ഒരു നിസാറെന്ന് പറഞ്ഞാൽ അയാൾ പോയി തൂങ്ങിച്ചാവാൻ പ്രതി നീ പറഞ്ഞൊരു സ്ത്രീയാണ്. എന്തായാലും ഇങ്ങനൊരു മഹിമ സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുക. എനിക്ക് കല്യാണത്തിനൊരു താലിപ്പൊട്ട് വേണം, ഒരു ഓട്ടോ വേണം, 10 പേര് വരുന്നവർക്ക് ചോറ് കൊടുക്കാൻ പൈസ വേണം. എല്ലാവരെയും കയ്യിൽ പിരിച്ച കാശുകളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മഞ്ഞച്ചരടിടുന്നതും നെറ്റി സിന്ദൂരം വെക്കുന്നതും. വന്നിരുന്ന് മഞ്ഞച്ചരടെടുത്ത് പുറത്തു വിട്ട് നെറ്റി നിറച്ച് സിന്ദൂരവും വാരിയിട്ട് നാണമില്ലേ നിനക്ക്? ഇനിയെങ്കിലും ആ കുഞ്ഞിനെ നോക്കി ജീവിക്കാൻ നോക്കും. സോഷ്യൽ മീഡിയയിൽ വരണ്ടെന്ന് ആരും പറയത്തില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്, നിങ്ങൾക്ക് വന്നേ പറ്റത്തുള്ളൂ. ആ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ചെയ്യുകയോ ലൈവ് ചെയ്യുകയോ ചെയ്യുക. അല്ലാതെ നാട്ടുകാരെ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നതല്ല മര്യാദ. അങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴേ നാണം കെട്ട് ലാസ്റ്റ് തൂങ്ങി മരിക്കേണ്ട ഗതികേട് വരും സ്ത്രീയെ. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ മോൾക്ക് ആ അനുഭവം വരുമെന്ന് പറഞ്ഞാൽ ആ കൊച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരുത്തർ വിളിച്ച് നിങ്ങളെ തിരിച്ച് പറയുന്നത് ആ കൊച്ച് ലൈവിനകത്തായാലും എല്ലാം കേൾക്കുക. അതുകൊണ്ട് നിങ്ങളോട് പറയുക, ഇനിയെങ്കിലും നിർത്തുക, സമാധാനമായിട്ട് ജീവിച്ചു പോവുക. 10-48 വയസ്സില്ലേ, നിങ്ങളിപ്പം ഒരു മുത്തശ്ശിയാവേണ്ട പ്രായമായി. അല്ലാതെ നിങ്ങൾ ചെറുപ്പക്കാരിയൊന്നും അല്ല. 16 വയസ്സ്, ഞങ്ങളുടെ മതത്തിലൊക്കെ ആണെങ്കിൽ 17 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ച് വിട്ടാൽ ഒരു കുഞ്ഞിൻ്റെ തള്ളയാവും ആ കൊച്ച്. അന്നേരം നിങ്ങളൊരു മുത്തശ്ശിയാവേണ്ട പ്രായമുണ്ട് ഇപ്പം. അതുകൊണ്ട് പറയുക, ആ കൊച്ചെന്തായാലും 10ാം ക്ലാസ് പാസ്സായല്ലോ. അതിനൊരു +1 പോകുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത് ഓരോരുത്തർ ചോദിക്കും, ഇപ്പം നിങ്ങളുടെ മോള് മൊബൈൽ കാണിക്കുന്നെങ്കിലെങ്കിലും ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. ICC സിലബസിലെ അവരെ വീടുകളിൽ ഒരിക്കലും കാണും. ഇത് സനുശ്രീയുടെ അമ്മയല്ലേ, അല്ല എന്താ ആ കൊച്ചിൻ്റെ നല്ലൊരു പേരല്ലേ, ആ കുഞ്ഞിനെ അമ്മയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ഇനിയെങ്കിലും അടങ്ങുക, നാട്ടുകാരെ ചീത്തവിളി നിർത്തുക, വന്നിരുന്ന് പെൺകുഞ്ഞുങ്ങളെ പറയുക. ഇപ്പം തന്നെ നിങ്ങൾ തന്തയില്ലായ്മത്തരമല്ലേ പറഞ്ഞത് സ്ത്രീയെ? ഒന്നീ തനൂജ കെട്ടുക, അല്ലെങ്കിൽ തനൂജയുടെ മോളെ കെട്ടിച്ചുകൂടുക, അല്ലെങ്കിൽ ഫിജോയുടെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? നിൻ്റെ മോളെ കെട്ടാൻ വന്നതുകൊണ്ടാണ്. നിന്നെ കെട്ടാൻ വന്നപ്പോൾ അവനിക്ക് ചിലപ്പം തോന്നി ഈ 10-48 വയസ്സുള്ള മുതുക്കിയെ കെട്ടണ്ട, കൊച്ചിനെ മതിയെന്ന്. അതുകൊണ്ടായിരിക്കും അവനങ്ങ് പോയത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ.